നമസ്കാരം, എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ് കോയമ്പത്തൂരിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഇതാണ് IFGTB അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നൊരു സ്ഥാപനമാണ്. ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ തന്നെ ഏറ്റവും മുകളിലുള്ള ടാബിൽ അതേഴ്സ് എന്നൊരു സെക്ഷൻ കാണാം. ഏറ്റവും അവസാനമായി അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ അഡ്വർടൈസ്മെൻറ്റ്സ് എന്നൊരു സെക്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പേജായിരിക്കും ഓപ്പണായി വരിക. ഈ ഒരു പേജിൽ മറ്റ് അഡ്വർടൈസ്മെൻറ്റുകളും ഇതിന് കൂടെ നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും താഴെയായിട്ട് നാലാമതായി ഉള്ളൊരു അഡ്വർടൈസ്മെൻറ്റാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അതായത് സ്റ്റെനോഗ്രാഫർ, ഫോറസ്റ്റ് ഗാർഡ്, അതോടൊപ്പം തന്നെ ടെക്നീഷ്യൻ എന്നീ പോസ്റ്റുകളിലേക്ക് IFGTB കോയമ്പത്തൂരിൽ നടത്തുന്ന റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇവിടെ അവർ നൽകിയിരിക്കുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. അവിടെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ ചെന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഓപ്പൺ ആയി വരിക. ഇത് IFGTB 18/9/2020 സെപ്റ്റംബർ 18 പുറത്തിറക്കിയ ഒരു നോട്ടിഫിക്കേഷനാണ്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഏതൊക്കെ വേക്കൻസികളിലേക്കാണ് അവർ നിയമനം നടത്താൻ പോകുന്നത് എന്ന് ഇതിൽ കറക്റ്റായി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് വരുന്നത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 എന്നൊരു പോസ്റ്റാണ്. ഒരു ഒഴിവാണ് നിലവിലുള്ളത്. ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ 25,500 രൂപ മുതൽ 81,100 രൂപ വരെയായിരിക്കും. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 പാസും അതോടൊപ്പം തന്നെ മിനിമം 80 വേർഡ്സ് പെർ മിനിറ്റിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് അവർ നടത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൽ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സും കംപ്ലീറ്റ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ടൈപ്പിംഗ് സ്പീഡ് 5 കീ ഡിപ്രഷൻ ഫോർ ഈച്ച് വേർഡ്, ഓരോ വേർഡ്സിനും 5 കീ ഡിപ്രഷൻ വേണമെന്നും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ക്വാളിഫിക്കേഷനാണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 എന്നൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത. അപ്പോൾ ഇതിൽ പറയുന്ന യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. മാത്രമല്ല ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത പോസ്റ്റ് വരുന്നത് ഫോറസ്റ്റ് ഗാർഡാണ്. ഫോറസ്റ്റ് ഗാർഡിൽ 2 ഒഴിവുകളാണുള്ളത്. ഫോറസ്റ്റ് ഗാർഡ് പോസ്റ്റിലേക്ക് 2 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഫോറസ്റ്റ് ഗാർഡിന് ലഭിക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ അത് 19,900 രൂപ മുതൽ 63,200 രൂപ വരെ ആയിരിക്കും. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 സയൻസ് വിഷയത്തിൽ +2 പാസ്സായിരിക്കണമെന്നാണ്. സയൻസ് വിഷയത്തിൽ +2 പാസ്സായ എല്ലാവർക്കും ഈ ഒരു ഫോറസ്റ്റ് ഗാർഡ് എന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. മാത്രമല്ല ഇതിൽ അപ്പോയിന്റ്മെന്റ് ലഭിക്കുകയാണെങ്കിൽ പ്രൊബേഷൻ പീരീഡിൽ ഒരു ഫോറസ്റ്റ് ട്രെയിനിങ് കോഴ്സ് ഉണ്ട്. അത് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഗാർഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പ്രൊബേഷൻ പീരീഡിൽ അവർ കംപ്ലീറ്റ് ചെയ്യണമെന്നും ഒരു നിബന്ധനയായി പറഞ്ഞിട്ടുണ്ട്. ഇതിനും ഏജ് ലിമിറ്റ് വരുന്ന 18-നും 27 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക്, 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അടുത്ത ഒരു വേക്കൻസി വരുന്ന ടെക്നീഷ്യനാണ്. ടെക്നീഷ്യൻ വേക്കൻസിയിൽ 3 ഒഴിവുകളാണുള്ളത്. ടെക്നീഷ്യൻ കാറ്റഗറിയിൽ 3 കാറ്റഗറികളുമുണ്ട്. അതോടെ തന്നെ പ്ലംബർ, കാർപ്പൻ്റർ, മെയ്സൺ എന്നീ കാറ്റഗറികളിലാണ് ഓരോരോ ഒഴിവുകൾ വീതം 3 ഒഴിവുകളുള്ളത്. അപ്പോൾ ഈ ഒരു ടെക്നീഷ്യൻ തസ്തികയിൽ ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് 19,900 രൂപ മുതൽ 63,200 രൂപ വരെ ആയിരിക്കും. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ്സും അതോടൊപ്പം തന്നെ ITI സർട്ടിഫിക്കറ്റ്. ഇതിൽ പറയുന്ന ഏതിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ ആ ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ITI സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമിൽ വേണം ഫില്ല് ചെയ്യാൻ. അതോടൊപ്പം തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫീസും നൽകേണ്ടി വരും. ഫീസ് എന്ന് പറയുന്നത് ജനറൽ OBC വിഭാഗക്കാർക്ക് 300 രൂപയായിരിക്കും ഫീസ്. അത് DD ആയിട്ടാണ് അടയ്ക്കേണ്ടത്. ഡയറക്ടർ IFGTB എന്ന അഡ്രസ്സിലേക്ക് കോയമ്പത്തൂരിൽ മാറാൻ കഴിയുന്ന രീതിയിലുള്ള DD എടുത്തു വേണം നിങ്ങൾ ഫീസ് അടയ്ക്കുവാൻ വേണ്ടിയിട്ട്. അത് ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നായിരിക്കണമെന്നും പ്രത്യേകം പറഞ്ഞു. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കും SC/ST കാൻഡിഡേറ്റ്സിനും അതോടൊപ്പം തന്നെ എക്സ് സർവീസ്മെനും PWD കാറ്റഗറിയിലുള്ളവർക്കും 100 രൂപയായിരിക്കും ഫീസ്. അതും ഇത്തരത്തിൽ DD ആയിട്ട് തന്നെയാണ് അടയ്ക്കേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ 2 വ്യത്യസ്ത ആപ്ലിക്കേഷൻ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് വേണം നൽകാൻ. ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ 2 പോസ്റ്റുകളും എഴുതരുത്. അത്തരത്തിൽ ഓരോ ആപ്ലിക്കേഷനും ആണ് ഈ ഒരു ഫീസ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ 2 ആപ്ലിക്കേഷനാണ് അയക്കുന്നതെങ്കിൽ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ഒരു ആപ്ലിക്കേഷന് 300 രൂപ വെച്ച് നൽകണം. ഇപ്പോൾ 2 ആപ്ലിക്കേഷൻ നൽകുമ്പോൾ നിങ്ങൾക്ക് 600 രൂപ വരും. അതോടൊപ്പം തന്നെ 100 രൂപ ഫീസ് വരുന്നവർക്ക് 2 ആപ്ലിക്കേഷനാണ് നിങ്ങൾ അയക്കുന്നതെങ്കിൽ 200 രൂപ 2 വ്യത്യസ്ത DD ആയിട്ട് അടച്ച് അതാത് ആപ്ലിക്കേഷനോടൊപ്പം അതിന്റെ കോപ്പി നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. അത് മറക്കുവാൻ പാടില്ല. പിന്നെ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണുള്ളൊരു കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സിന്റെയും മാർക്ക് ഷീറ്റിന്റെയും അതിന്റെ ക്വാളിഫിക്കേഷൻസ് എല്ലാം അതിൽ നൽകിയിരിക്കുന്ന പോലെ അതിന്റെ എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ അതിലുണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞത്.
ചെയ്തത്. മാത്രമല്ല ഏജ് പ്രൂഫിന്റെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റോ അത്തരത്തിലുള്ള ഏജ് പ്രൂഫ്, അതോടൊപ്പം ഫീ കൺസെഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാറ്റഗറികൾ അവർ ആ കാറ്റഗറിയിലുള്ളവരാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളുടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും എല്ലാം ഇതിനോടുകൂടി അറ്റാച്ച് ചെയ്യണം. മാത്രമല്ല നിങ്ങൾ അടച്ച ഫീസിന്റെ ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ ഒറിജിനൽ കോപ്പി തന്നെ ഇതോടൊപ്പം അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ അപേക്ഷയുടെ പുറത്ത് ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പേര് കറക്റ്റായിട്ട് എഴുതിയിരിക്കണമെന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റെനോഗ്രാഫർ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റെനോഗ്രാഫർ, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഗാർഡ് ആണെങ്കിൽ അതിനകത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഫോറസ്റ്റ് ഗാർഡ്, ടെക്നീഷ്യൻ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടെക്നീഷ്യൻ. ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് പറഞ്ഞ് നിങ്ങൾ ഏതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് നിങ്ങൾ അയക്കുന്ന കവറിന് പുറത്ത് ഇത് വ്യക്തമായിട്ട് എഴുതിയിരിക്കണം ഏതിനുള്ള ആപ്ലിക്കേഷനാണ് എന്ന്. പുരുഷന്മാർക്കാണെങ്കിൽ ഹൈറ്റ് വരുന്ന മിനിമം 160 സെന്റിമീറ്റർ, അതിന് ചെസ്റ്റ് 79 വിത്തൗട്ട് എക്സ്പാൻഷൻ, 84 വിത്ത് എക്സ്പാൻഷൻ, അതിന് 4 മണിക്കൂറിൽ 25 കിലോമീറ്റർ നടത്തം പൂർത്തിയാക്കണം. ഇത്തരത്തിലാണ് പുരുഷന്മാർക്കുള്ള ഫിസിക്കൽ ടെസ്റ്റ് വരിക. അതിന് സ്ത്രീകൾക്ക് വരുന്ന ഫിസിക്കൽ ടെസ്റ്റ് വരുന്ന അവർക്ക് വരേണ്ട മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് 150 സെന്റിമീറ്റർ ആണ്. അതിന് ചെസ്റ്റ് 74 സെന്റിമീറ്റർ ആയിരിക്കും വിത്തൗട്ട് എക്സ്പാൻഷൻ, അതിന് 79 സെന്റിമീറ്റർ വിത്ത് എക്സ്പാൻഷനും ഉണ്ടായിരിക്കണം. അതിന് ഇവർക്ക് ഉള്ള വാക്കിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് 14 കിലോമീറ്റർ, 4 മണിക്കൂറിനുള്ളിൽ 14 കിലോമീറ്റർ നടത്തം പൂർത്തിയാക്കണം. അപ്പോൾ ഇത്തരത്തിലായിരിക്കും ഫോറസ്റ്റ് ഗാർഡിന്റെ സെലക്ഷൻ. എക്സാം ഉണ്ടായിരിക്കും. എക്സാം ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നോക്കുക. അടുത്ത സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ഇതിലേക്ക് വേണ്ട എത്തരത്തിലാവും ടെസ്റ്റ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്കിൽ ടെസ്റ്റിന് അപ്ലൈ ചെയ്യേണ്ടി വരും. ഒരു റിട്ടൺ എക്സാം ഉണ്ടായിരിക്കും ആദ്യം, അതിനുശേഷം സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള ടെക്നീഷ്യൻ കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് അവർക്കും ഒരു എക്സാം ഉണ്ടായിരിക്കും, അതിനുശേഷം അവർക്കൊരു ട്രേഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു 3 കാറ്റഗറിയിലുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നതെന്ന് ഇതിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം. ഇതാണ് ഒരു ആപ്ലിക്കേഷൻ ഫോം ആയിട്ട് വരുന്നത്. ഇതിന് താഴെ തന്നെ നൽകേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് നൽകേണ്ടത്. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഇതിൽ ഈ ഭാഗത്തായിട്ട് നിങ്ങൾ ഫോട്ടോ ഒട്ടിക്കണം. ഫോട്ടോ ഇതിലൊട്ടിക്കുന്നതിനോടൊപ്പം തന്നെ ആപ്ലിക്കേഷനോട് കൂടി 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതിലൊട്ടിക്കുന്ന അതേ ഫോട്ടോയുടെ തന്നെ 2 കോപ്പികൾ കൂടി ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം നിങ്ങൾ അയക്കുമ്പോൾ വെക്കണമെന്ന് അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരു ഫോട്ടോ ഇതിലൊട്ടിക്കുക, അതോടൊപ്പം തന്നെ അതായത് 3 ഫോട്ടോകളാണ് ആവശ്യം. 1 ഇതിലൊട്ടിക്കുകയും 2 ആപ്ലിക്കേഷൻ്റെ ഫോമിൻ്റെ ഒപ്പം അതിൽ നിങ്ങൾ വെക്കുകയും വേണം, മറ്റു ഡോക്യുമെന്റ്സിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുകയും വേണം. അതുപോലെ നിങ്ങൾ 30/11/2020 മുമ്പേ തന്നെ അയക്കുവാൻ ശ്രമിക്കുക. പോസ്റ്റലായിട്ടാണ് അയക്കേണ്ടത്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അയക്കുക. ഈ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ പോസ്റ്റലായിട്ട് നിങ്ങളുടെ അപേക്ഷകൾ അയക്കുക. ഡയറക്ടർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ്, ഫോറസ്റ്റ് ക്യാമ്പസ്, കൗലി ബ്രൗൺ റോഡ്, RS പുരം, പോസ്റ്റ് ബോക്സ് നമ്പർ 1061, കോയമ്പത്തൂർ 641002 TN എന്ന ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ പോസ്റ്റലായിട്ട് അയക്കേണ്ടത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അയക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ഉള്ളത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.